And this year we are going to be meditating on the book of Zechariah. അതിനോടുള്ള ബന്ധത്തിൽ നമ്മളെ 3 സ്റ്റേറ്റ്മെന്റുകൾ 3 തീമുകളായിട്ട് നമ്മൾ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. You know, we have shared 3 statements or 3 themes in the past days. അതിൽ ഒന്നാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് wake up, look up, then speak up. Wake up, look up and speak up is the 3 phrases which the Son of God has given us. 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉണരുക, നോക്കുക, സംസാരിക്കുക. There are 3, very important aspects in these 3. So wake up, look up and speak up. ദൈവം തന്റെ ജനത്തെ ഉണർത്തുന്ന ചില നിമിഷങ്ങളുണ്ട്. There are times when God raises his people. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ചില പ്രത്യേക നിമിഷങ്ങൾ ഉണ്ട്. There are instances when God speaks to his people. ആ സന്ദർഭങ്ങളിൽ ഉണരുകയും ദൈവസന്നിധിയിൽ നമ്മൾ പ്രയോജനപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ താല്പര്യമാണ്. It is the will of God that in these circumstances, we wake up and we listen and we work for God. നമുക്കറിയാം പഴയ നിയമത്തിലെ അവസാനത്തെ 16 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ്. We know that the last 16 books of the New Testament, they are prophetical books. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അവരെ ഉണർത്തുവാനായിട്ടും മടക്കി വരുത്താനായിട്ടും ശ്രമിച്ച ചരിത്രങ്ങളാണ് ഈ 16 പ്രവചന പുസ്തകങ്ങൾ. In these 16 prophetical books, God raised up many prophets to speak to Israel, to try and wake them up, revive them and bring them back. മിസ്രയീമിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന ജനത്തിന് സമ്പന്നമായിരിക്കുന്ന കാർഷിക വൃത്തിയുള്ള എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യം ദൈവം നൽകി. God gave them a kingdom after bringing them out of the sin, out of Egypt, and gave them all the things that they needed pertaining to life and godliness. ഇസ്രായേൽ എന്നറിയപ്പെടുന്ന മനോഹരമായിരിക്കുന്ന ദേശം നൽകി. ദൈവം അവർക്ക് രാജാക്കന്മാരെ നൽകി. He gave them the beautiful land known as Israel and gave them many kings. എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും മെറ്റീരിയലായിട്ടും മിലിറ്ററി പരമായിട്ടും ഫിനാൻഷ്യലായിട്ടും ദൈവം അവരെ സഹായിച്ചു. God gave them all the blessings possible, material, physical, wealth wise, strength wise, every way. എന്നാൽ ഉയർച്ചയുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യവും ആത്മീയ തലങ്ങളിലും അവർക്ക് അപജയമുണ്ടാകുകയുണ്ടായി. But while they were succeeding, many places they failed both spiritually and physically. They failed in many aspects. ഈ സന്ദർഭങ്ങളിൽ ദൈവം പ്രവാചകന്മാരെ ഉണർത്തി അവരെ മടക്കി കൊണ്ടുവരുവാനായിട്ടും ഉണരുവാനായിട്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ടും ആഹ്വാനം ചെയ്യുകയുണ്ടായി. In these circumstances of failures, God raised up many prophets to speak to them, to revive them, to bring them back to the presence of God. അങ്ങനെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിച്ച ചില പ്രവാചകന്മാരായിരുന്നു യെശയ്യാവും മീഖായും ഹോശയായും ആമോസും ഒക്കെ. Isaiah, Micah, Amos, these were the prophets which God raised up in these circumstances. ഇവരെ 2 കിങ്ഡങ്ങളോട്, നോർത്തേൺ കിങ്ഡത്തോടും സതേൺ കിങ്ഡത്തോടും പ്രവചനം പറഞ്ഞു. നിങ്ങൾ മടങ്ങി വരണം, നിങ്ങൾ മടങ്ങി വരണം, നിങ്ങൾ ഉണരണം എന്ന് ആഹ്വാനം ചെയ്തു. They spoke to both the kingdom, the southern kingdom, the northern kingdom, and encouraged them. You need to wake up, you need to stand up, you need to come back. എന്നാൽ ആ സാഹചര്യങ്ങളിൽ ഒന്നും അവരത് ഗ്രഹിക്കാതെ അവരുടേതായ നിലവാരത്തിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. But in those circumstances, they did not care to listen to these prophets. They went on their own ways. ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ അസീറിയൻ ഗ്രൂപ്പ് നോർത്തേൺ കിങ്ഡത്തെ പിടിച്ചുകൊണ്ടു പോകുന്ന ചരിത്രമാണ് നമുക്ക്. If you look at the history, they are with the Assyrian group, the northern kingdom, where they are pertaining in that part. ആ നോർത്തേൺ കിങ്ഡത്തിന്റെ തലസ്ഥാനമാണ് ശമരിയ എന്നറിയപ്പെടുന്ന സ്ഥലം. Samaria is the capital city of that northern kingdom. നോർത്തേൺ കിങ്ഡത്തെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ സതേൺ കിങ്ഡം അഥവാ ജുഡയ തീരുമാനിച്ചു ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല എന്ന്. When they captured the northern kingdom, the southern kingdom, the Judea people, they thought that we are safe, nothing's going to happen to us. എന്നാൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അവരോടും ഉണരുവാനായിട്ടും മടങ്ങി വരാനായിട്ടും ആഹ്വാനം ചെയ്തു. അവരും ശ്രദ്ധിച്ചില്ല. God raised the prophets even to talk to them, even to revive them, to wake them up. They too did not listen. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന നെബൂഖദ്നേസർ രാജാവ് ജുഡയയെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. So finally, the king of Babylon, he woke up and he captured the southern part also. നമുക്കറിയാം അവരുടെ ദേവാലയം നശിപ്പിച്ചു, പൗരോഹിത്യ
പൗരോഹിത്യ ശുശ്രൂഷ ഇല്ലാതാക്കി, അവരുടെ മതിലുകൾ ഇടിച്ചു കളഞ്ഞു, സാദോക്ക് രാജാവിന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചു, ദാനിയേലും യെഹെസ്കേലും അടക്കമുള്ള ചെറുപ്പക്കാരെ ബാബിലോണിലേക്ക് You know, he came and completely destroyed that place. Break down all the walls, destroyed the temples, destroyed the living spaces, and took the youngsters as captives. പല സന്ദർഭങ്ങളിൽ പ്രവാചകന്മാരിൽ കൂടെ അവരെ ഓർപ്പിച്ചുണർത്തിയിട്ടും അവർക്ക് അവരുടെ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ ബാബിലോണും അസീറിയയും അവരെ പിടിച്ചുകൊണ്ടുപോകുകയാണ്. God tried his best, sending prophets, trying to warn them, trying to revive them. When they chose not to listen, God took away his hands, and these kings came and captured them. അങ്ങനെ 70-ൽ പരം വർഷങ്ങളോളം ബാബിലോണിയ അടിമത്തത്തിൽ ഈ ഇസ്രായേൽ ജനം കഴിയേണ്ടി വന്ന ചരിത്രം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. You all know the history that as a result of this 70 years of long exile, and they had to bear. അന്നത്തെ ആ ബാബിലോണിയ പ്രവാസത്തിൽ യെഹെസ്കേലും ദാനിയേലും ഒക്കെ പ്രവാചകന്മാരിരുന്ന് കരഞ്ഞ് നിലവിളിച്ച ഉപവസിച്ച ചരിത്രങ്ങൾ നമുക്ക് തിരുവചനത്തിൽ We can read from the books, of the way that Daniel and Hosea, how they fasted and prayed and cried unto the Lord. അവരുടെ സംഗീതമെല്ലാം നിലച്ചു, പുരോഹിതന്മാരെല്ലാവരും അസ്തമിച്ചു, അവരുടെ ദേവാലയം തകർന്നു, നഗരം നശിച്ച സാഹചര്യം മനസ്സിലാക്കി അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചു. Daniel, Hezekiah, they are looking at their walls being broken, the temples being destroyed, their prophets being killed, and they are crying out to the Lord. അതിനുശേഷം ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് പാർസി ദേശത്തിന്റെ രാജാവായിരിക്കുന്ന സൈറസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. Later on, God heard their prayers, and he raised up the king of Persia to help them out. പാർസിക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും പാർസി സമൂഹങ്ങളുണ്ട്. You heard about the Parsi, people, they are still there all over the world. കോരേശ് രാജാവിനെ എഴുന്നേൽപ്പിച്ചിട്ട് ബാബിലോൺ സാമ്രാജ്യം തകരപ്പെടുകയും കോരേശ് ജനത്തെ ഉണർത്തുന്ന വിളംബരം എസ്രാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തി. He raised up King Koresh, and we read about that in the first verses of the book of Ezra. 1-ാമത്തെ അധ്യായം എസ്രാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. The verse 2 says like this. പാർസി രാജാവായിരിക്കുന്ന കോരേശ് ഇപ്രകാരം കൽപ്പിക്കുന്നു. Thus said the king, the Cyrus, the king of Persia. സ്വർഗ്ഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. The Lord God of heaven has given me all the kingdoms of the earth. യഹൂദയിലെ യെരൂശലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. And he has charged me to build him a house at Jerusalem, which is in Judah. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടെ ഇരിക്കട്ടെ. Who is there among you, of you all his people, his God be with you. അവൻ യഹൂദയിലെ യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. And let him go up to Jerusalem, which is in Judah, and build the house of the Lord God of Israel. ശ്രദ്ധിക്കുക, ഇവിടെ കോരേശ് രാജാവ് ഒരു വിളംബരം കൽപ്പിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ദൈവം കൽപ്പന നൽകിയിരിക്കുകയാണ്, ദൈവത്തിന്റെ ജനത്തിനെ ഉണർന്ന് അവർക്ക് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകാം. Here, King Cyrus is saying that God has given me a message that we need to get up and go and build in Jerusalem. കാരണം അസാധ്യകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം ഒരു മനുഷ്യനെ ഉണർത്തിയിട്ട് ജനത്തിന്റെ കഷ്ടത കണ്ടിട്ട് അവരെ മടക്കി വരുത്തുകയാണ്. In an impossible situation, God is raising up a king to try and save his people. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ അസാധാരണകരമായ വിധത്തിൽ നമുക്കറിയാത്ത ചില പ്രിയപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കും. When we fast and we pray and we count the Lord, even in impossible situations, God raises up people. യഹോവയായ ദൈവത്തെ വിളിക്കുന്ന ആളല്ല സൈറസ്. കോരേശ് എന്ന് പറയപ്പെടുന്നവൻ ഒരു ജാതീയനാണ്, പക്ഷേ ദൈവം അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉണർത്തുകയാണ്. Mind you this, Cyrus is not a believer king. He is not a good king. He's a heathen person. Even though he's a heathen, God raises him up. അറിയാത്ത മേഖലകളിൽ പ്രാർത്ഥനയോടുകൂടെ തുടരുമ്പോൾ ദൈവം ചില പ്രിയപ്പെട്ടവരെ ഉണർത്തുകയും നിന്റെ മടങ്ങിവരവിന് വേണ്ടിയുള്ള ദൈവപ്രവർത്തികൾ കർത്താവ് ചെയ്യുകയും. Hallelujah. When you fast and pray, God can even raise up heathen people, hallelujah, to bring you back. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും നഷ്ടമല്ല. Oh, be reminded, the prayers that you pray unto the Lord, they are never in vain. 70 വർഷത്തെ കഠിനമായിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു രാജാവിനെ എഴുന്നേൽപ്പിച്ച് മടക്കി വരുത്തത്തിനുള്ള സാഹചര്യം ഒരുക്കുകയാണ്.
Hallelujah. In your 70 years of prayers, God has listened and is raising up a king to bring his people back. ഇന്ന് രാവിലെ എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും? Hallelujah. How many of you believe this morning the Lord hears my prayers? ഞാൻ ബാബിലോണിയ അടിമത്തത്തിലാണ്, നിരാശയിലാണ്, തകർന്ന അനുഭവത്തിലാണ്, മടങ്ങി വരാൻ സാധ്യതകളില്ലാത്തതാണ്. പക്ഷേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന Hallelujah. ദൈവമാണ്. I may be in Babylon, I may be in exile, hallelujah, but there is a God who is alive who still listens to my prayers. അതിന് ചിലപ്പോൾ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ അറിയാത്ത വ്യക്തിയായിരിക്കാം, ജാതിയായിരിക്കാം, കണ്ടിട്ടില്ലാത്ത വ്യക്തിയായിരിക്കാം. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇന്നും നിലച്ചിട്ടില്ല വിശ്വസിക്കുന്നവർക്കായിട്ട്. Hallelujah. When I pray, hallelujah, I don't know the person who God is going to make to raise up. He may be a heathen, he may be whatever he is, hallelujah, but God will open a way. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ജോലിയുടെ മേഖലകളായിരിക്കാം, ശുശ്രൂഷയുടെ മേഖലകളായിരിക്കാം, പഠനത്തിന്റെ മേഖലകളായിരിക്കാം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ചില പ്രിയപ്പെട്ടവരെ അപ്പോയിന്റ് ചെയ്യുന്ന ദിനങ്ങളുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. Hallelujah. You may be praying about your future, you may be praying about your studies, you may be praying about your family or whatever you're praying about, hallelujah. But when you pray, hallelujah, God will raise up unknown people, hallelujah, to bring you out and to help you. അങ്ങനെ ദൈവം ചില പ്രിയപ്പെട്ടവരെ ഉണർത്തുകയാണ്. Hallelujah. Here God is raising up certain people. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് ദൈവമേ എന്നെ ഉണർത്തണമേ, ചില പ്രിയപ്പെട്ടവരെ Hallelujah. Let us ഉണർത്തണമേ. pray to the Lord. Lord, wake me up. Hallelujah. Raise people, Lord, who can wake me up. എന്തിനു വേണ്ടിയാണ് ഇവരെ ഉണർത്തിയത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരൂശലേമിൽ അവനൊരു ആലയം പണിയുവാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. Yet it is written here why they have been raised up. They are raised up to build a house of the Lord at Jerusalem. കാരണം ഈ ഇസ്രായേൽ ഇപ്പോൾ തകർന്നു കിടക്കുകയാണ്. Because Israel is complete, it's destroyed at this moment. അവരുടെ നഗരം തകർന്നതാണ്. All their cities have been destroyed. അവരുടെ ദേവാലയം തകർന്നതാണ്. Their temple has been destroyed. അവരുടെ ആത്മീക ശുശ്രൂഷ തകർന്നതാണ്. Their spiritual, hallelujah, life has been destroyed. അവരുടെ തെരുവുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. All their aisles are destroyed. അവരുടെ മതിലുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. All the walls have been broken down. എന്നാൽ അതെല്ലാം പണിയുന്നതിന് മുൻപായിട്ട് ആദ്യം പണിയപ്പെടേണ്ടത് ദൈവാരാധനയും ദൈവത്തിന്റെ ആലയവുമാണ്. Before they build anything else, the first thing they need to build back is the house of God. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രഥമവും പ്രാധാന്യമർഹിക്കുന്നതും ദൈവവും ദൈവ സാന്നിധ്യവും ദൈവാരാധനയും. In our life, the number one priority, the number one thing is hallelujah, God and his household. ദൈവ സാന്നിധ്യവും ആരാധനാലയവും പണിയപ്പെടുമ്പോൾ ബാക്കി കാര്യങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവം When ചെയ്യുവാൻ when the house of the Lord and when the presence of the Lord starts building up, everything else will take care of itself. അങ്ങനെ ചില പ്രിയപ്പെട്ടവരെ ദൈവം ഉണർത്തുകയാണ്. Here God is raising up some such people. ഒന്നാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ദൈവം ഉണർത്തിയ ഏവനും യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് And he said, whoever God raised up, hallelujah, they went to build the house of the Lord. ദൈവം ഉണർത്തിയ ഏവനും. Whoever God rose up. ദൈവം ഉണർത്തുന്ന ചില ദിനങ്ങളുണ്ട്, ചില പ്രിയപ്പെട്ടവരുണ്ട്. Oh, there are times when God raises up people, hallelujah. ദൈവം ഉണർത്തുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു നിയോഗമുണ്ട്, ഒരു ദൗത്യമുണ്ട്. Whoever God raises up, God gives them a vision, hallelujah, and a responsibility. പാപത്തിലും ബാബിലോണിലും കിടക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ദൈവം ചില ദൗത്യത്തിന് വേണ്ടി ഉണർത്തുകയാണ്. Hallelujah. God is raising up people lying in Babylon, lying in sin. God is raising them up. അങ്ങനെ ഉണർത്തിയ കൂട്ടത്തിലെ ആദ്യത്തെ ഗ്രൂപ്പിൽ യാത്ര ചെയ്യുന്ന ഒരു ലീഡറാണ് സെരുബാബേൽ എന്നറിയപ്പെടുന്ന ലീഡർ. Hallelujah. And when God is raising up people, the first group that traveled is their leader was Zerubbabel. 3 പ്രാവശ്യമായിട്ടാണ് ഈ പ്രിയപ്പെട്ടവരെ മടങ്ങി വരുന്നത് ബാബിലോണിൽ നിന്ന്. They came from Babylon in 3 batches. അങ്ങനെ ഒന്നാമത്തെ പ്രാവശ്യം ഏകദേശം 50,000-ഓളം വരുന്ന സമൂഹം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹമാണ് പൊളിറ്റിക്കൽ ലീഡർ. The first batch came in the leadership of Zerubbabel. He is their political leader. അവരുടെ കാര്യത്തിൽ ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി റിലീജിയസ് ലീഡർ ആയിട്ടുള്ളത് ജോഷുവ എന്നറിയപ്പെടുന്ന പുരോഹിതനാണ്. Their religious leader is their priest Joshua. അപ്പോൾ ഇവര് രണ്ടുപേരുമാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് അവരെ നയിക്കുന്നത്. Zerubbabel and Joshua, they are the 2 leaders, they are administrators. ഇവരെ ശക്തീകരിക്കാനായിട്ടും ഇവർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കാനായിട്ടും 2 പ്രധാനപ്പെട്ട പ്രവാചകന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. There are
are two other prophets with them to advise them, to lead them. അതിൽ ഒന്ന് ഹഗായിയും മറ്റൊന്ന് സെക്കറിയ One പ്രവാചകനുമായി. is Haggai, one is Zechariah. അങ്ങനെ ഇവർ മടങ്ങി വന്നു ഈ ഇസ്രായേലിലേക്ക് 50,000-ഓളം ആളുകൾ. The first batch has come back to Israel of 50,000 people. ആലയത്തിന്റെ പണി ആരംഭിച്ചു. Yet the work of the house of the Lord is started. ആലയത്തിന്റെ പണി ആരംഭിച്ചപ്പോൾ ആദ്യകാലങ്ങളിൽ ഇതിന്റെ പണി കണ്ടവർ അടിസ്ഥാനമിട്ട സന്ദർഭത്തിൽ ഇവരെല്ലാവരും ഉച്ചത്തിൽ കരയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. When they started building the temple and they started laying the foundation, when they saw it, they started crying unto the Lord and praising God. മൂന്നാമത്തെ അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ഉറക്കെ കരഞ്ഞു, പലരും സന്തോഷത്തോടെ ഉച്ചത്തിലാർത്തു, കുഞ്ഞുങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. He says in chapter 3, it says earlier, when they saw it, they cried unto the Lord. Even the children, hallelujah, cried out unto the Lord and praised God. അങ്ങനെ തകർന്നു പോയിരിക്കുന്ന ഇവരുടെ ആരാധനാലയത്തിന്റെ പണി തുടങ്ങിയപ്പോൾ ചില പ്രിയപ്പെട്ടവർ കരഞ്ഞു, ചില പ്രിയപ്പെട്ടവർ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. When they saw the building of the temple, many cried, many praised God, many thanked God. എന്നാൽ പണി തുടങ്ങിയപ്പോൾ ചില പ്രിയപ്പെട്ടവർക്ക് അസൂയ ഉണ്ടായിട്ട് ധൈര്യക്ഷയം വരുത്തി. Aliyah, but on the other hand, there are certain people, when they saw the work going on, Aliyah, they became jealous. നാലാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹൂദാ ജനത്തിനെ ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിനെ അവരെ പേടിപ്പിച്ചു. Then the people of the land weakened the hands of the people of Judah and troubled them in building. ചിലതൊക്കെ തുടങ്ങുമ്പോൾ, ചിലതൊക്കെ ആരംഭിക്കുമ്പോൾ, ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ധൈര്യക്ഷയം വരും. Aliyah, many a time when we start building, when we start moving forward, when we start to try to do something for the Lord, our hands may get weakened. ചിലതൊക്കെ പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, ധൈര്യം ക്ഷയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. Oh, there will be circumstances where you are weakened. There are circumstances when you feel threatened. അവരെ കോരേശ് രാജാവിന്റെ ആജ്ഞപ്രകാരമാണ് വന്നിരിക്കുന്നതെങ്കിലും ഇപ്പോൾ അവർക്ക് ധൈര്യക്ഷയം ഉണ്ടായിരിക്കുകയാണ്. Oh, they have come here on the command of the king Koresh, Aliyah, but still here they are weakened, they are afraid. എന്നാൽ അത് മുഖാന്തരം ഏകദേശം 15 വർഷത്തോളം പണി മുടങ്ങി. Aliyah, and because of this work, was on hold for 15 years. 4-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4:24 says like this. അങ്ങനെ യെരൂശലേമിലെ ദേവാലയത്തിന്റെ പണി മുടങ്ങി. Then ceased the work of the house of God which is at Jerusalem. പാർസി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ പണി മുടങ്ങേണ്ടി വന്നു. So it ceased unto the 2nd year of the reign of Darius king of Persia. ശ്രദ്ധിക്കുക, കോരേശ് രാജാവിന്റെ കാലഘട്ടത്തിൽ വിളംബരം പുറപ്പെടുവിച്ച് തുടങ്ങിയ പണി ഇപ്പോൾ അർത്തഹ്ശഷ്ടാ രാജാവിന്റെ, അഹശ്വേരോശ് രാജാവിന്റെ കാലഘട്ടം വരെ 15 വർഷമായിട്ട് പണി മുടങ്ങി. Here, this king, where King Koresh started this work, for 15 long years, until the reign of Darius, this work has been stopped. മുന്നോട്ടുള്ള യാത്രയ്ക്കും ജീവിതത്തിന്റെ പല പണികളും നടക്കാതിരിക്കാനായിട്ട് ധൈര്യക്ഷയം വരുത്തുന്ന, പണി മുടക്കുന്ന പല മേഖലകളുമുണ്ട്. Oh, there are many circumstances, Aliyah, where they stop you from going forward, for building, for rising. എന്നാൽ ആ സന്ദർഭത്തിൽ ദൈവം ചില പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് എഴുന്നേൽപ്പിച്ച് ദൈവം നമ്മളെ ഉണർത്തും. But even in those circumstances, God tries to raise up many people to encourage us to move forward. 15 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന പണി വീണ്ടും ആരംഭിക്കുവാനായിട്ട് സാധിക്കുമോ? നിയമപരമായിട്ടെല്ലാം തടസ്സങ്ങളാണ്. Hallelujah. Work which has been stopped for 15 years, can it start again? There are many hindrances, and when there are many laws that restrict it. ശ്രദ്ധിക്കുക, ഇതൊരു രാജ്യത്തിന്റെ ചരിത്രമാണ്, നിയമപരമായ പ്രശ്നങ്ങളുള്ള ചരിത്രമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ വ്യക്തിപരമോ നമ്മുടെ ജോലിപരമായിട്ടുള്ള കാര്യമായിട്ടല്ല. ഇത് അതിലും വലിയ പ്രശ്നമുള്ള നിയമപരമായ രാജ്യത്തിന്റെ പ്രശ്നമാണ് ഈ പ്രശ്നം. Aliyah, you need to understand this is the problem of a big kingdom. They've got laws, they've got rules, they've got regulations which need to be followed. Hallelujah. And there are many hindrances in this. അങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രശ്നം നിയമപരമായിട്ട് കെട്ടിയിരിക്കുന്നതിനെ ദൈവത്തിന് അഴിക്കാനായിട്ട് കഴിയുമെങ്കിൽ നിന്റെ വ്യക്തിപരമായ പ്രശ്നത്തിന്റെ മേൽ മുടക്കിയിരിക്കുന്നതിനെ വീണ്ടും പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുകയില്ല. If God can break all these laws and rules and chains, Aliyah, which bind the whole kingdom, Aliyah, just imagine how much more, Aliyah, God can do for your personal reasons, which is hindering you, which is stopping you. നിയമപരമായിട്ട് പിശാച് കെട്ടിയ പല മേഖല
മേഖലകളെയും വീണ്ടും പണിത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ചില പ്രിയപ്പെട്ടവരെ ഉണർത്തുകയാണെങ്കിൽ നമ്മുടെ വിഷയത്തിന്റെ മേലും ദൈവം ചിലതിനെ ഉണർത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ ആത്മാവിന് ഇന്നും കഴിയത്തില്ലേ എന്ന് എത്ര പ്രിയപ്പെട്ടവരും മനസ്സിലാക്കുന്നു. You need to understand, hallelujah, if God can, hallelujah, break those chains of 15 years, hallelujah, where Satan brought barriers and stoppages, hallelujah, just imagine how much more God can do for your personal lives, hallelujah. Whatever Satan has stopped, hallelujah, he can break it and, hallelujah, help you to come back to him. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പഴയ നിയമത്തിലെ അവസാനത്തെ 3 പ്രവാചകന്മാരായിരിക്കുന്ന ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. It is such a time as this that God raises, hallelujah, the 3 prophets of the end times of the New Testament. പഴയ നിയമത്തിലെ 3 ലാസ്റ്റ് പ്രവാചകന്മാർ ഹഗായി, സക്കറിയാവ്, മലാഖി എന്ന പ്രവാചകന്മാർ. Haggai, Zechariah and Malachi, they were the 3 last prophets of the Old Testament. ഹഗായിയുടെ പ്രവചന പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. In the book of Haggai chapter 2 it is written like this. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ. Hallelujah, this is the word of the Lord unto the people as written in the book of Haggai. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ശ്രദ്ധിക്കുക. Just look at the 3rd verse there. നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? Who is left among you that saw this house in its first glory? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? And how do you see it now? കാരണം ഇത് മനോഹരമായി പണികഴിപ്പിച്ച ശലോമോന്റെ ദേവാലയത്തെ പറ്റി ആ പ്രിയപ്പെട്ടവർക്കറിയാം. They know about the house which Solomon built. ഒരു കാലഘട്ടത്തിൽ ദൈവമഹത്വമിറങ്ങിയ മനോഹരമായിരിക്കുന്ന ആരാധനാലയമായിരുന്നു ഇവരുടെ ദേവാലയം. Hallelujah, their temple was a temple in the olden times when the glory of the Lord descended in their house. എന്നാൽ നെബൂഖദ്നേസർ ഇതിനെ തകർത്ത് ഇതിലെ എല്ലാ സാധന സാമഗ്രികളും ബാബിലോണിലേക്ക് കൊണ്ടുപോയി തകർന്ന് നാമാവശേഷ്ടമായി ചിഹ്ന ഭിന്നമായി കിടക്കുന്ന ഒരു ആരാധനാലയമാണ് ഇപ്പോൾ ഇവരുടെ കണ്ണിന്റെ മുൻപിൽ കാണുന്നത്. What they are seeing in front of them is the house of the Lord which has been destroyed by Nebuchadnezzar. He took away all the goodies from there and it is in total ruins this morning. അതുകൊണ്ടാണ് പ്രായമുള്ള ചില പ്രിയപ്പെട്ടവരോട് ആദ്യം ഇറങ്ങിയ ചില പ്രിയപ്പെട്ടവരോട് വർഷങ്ങൾക്ക് മുൻപ് കൃപയിലേക്ക് വന്ന ചില പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ട എത്ര പ്രിയപ്പെട്ടവരുണ്ട്? That's why the Lord is speaking to the old people who had come to the grace long ago, who had seen this glory long ago. He's asking them, how many of you have seen this house in its full glory? എന്നിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ എന്തോ തോന്നുന്നു? And then God is asking you, what do you think about it now? കഴിഞ്ഞ കാലഘട്ടത്തിലെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ എന്താണ് വ്യത്യാസം? Hallelujah, when you compare the olden times and the present times, what is the difference that you see? നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഒന്നുമില്ലാത്തതായിട്ട് തോന്നുന്നില്ലേ? Don't you think that everything is destroyed now? എന്നാൽ ഇവിടെ സെരുബാബേലിനോട് പ്രവാചകനായിരിക്കുന്ന ഹഗായി പറയുകയാണ്, ധൈര്യപ്പെടുക. Hallelujah, here Haggai is telling Zerubbabel, take courage. വീണ്ടും അദ്ദേഹം യോശുവയോട് പറയുകയാണ്, ധൈര്യപ്പെടുക. He's telling Joshua, take courage. വീണ്ടും താൻ അവിടെ കൂടി വന്നിരുന്ന ജനങ്ങളോട് പറയാണ്, ധൈര്യപ്പെടുക. And Haggai is telling the people out there, take courage. ഇങ്ങനെയാണ് ആ പദങ്ങൾ പറയുന്നത്. 4-ാം വാക്യം 2:4, ഇപ്പോഴോ സെരുബാബേലേ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. Hallelujah, yet now be strong, Zerubbabel, said the Lord. അതുപോലെ മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയെ ധൈര്യപ്പെടുക എന്ന് പറയുന്നു. And to Joshua, be strong. കാരണം വീണ്ടും പറയുകയാണ്, ദേശത്തിലെ സകല ജനങ്ങളുമായുള്ളവരെ ധൈര്യപ്പെടുക, and all the people of the land, be strong and build for the Lord. കാരണം എന്താ? ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. Hallelujah, and the Lord of the armies is saying, I am with you. തകർന്ന നഗരത്തിൽ, തകർന്ന ദേവാലയത്തിൽ, തകർന്ന മതിലിന്റെ സാഹചര്യത്തിൽ, പണിമുടങ്ങി 15 വർഷമായി കിടക്കുന്ന സാഹചര്യത്തിൽ, ഉദ്ധാരണങ്ങൾ ഇല്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ, മനസ്സും അടുത്ത് തളർന്ന് ഉറങ്ങിപ്പോകുന്ന സെരുബാബേലിനോട് പറയുകയാണ്, ധൈര്യപ്പെടുക. Hallelujah, in a situation where everything is destroyed, where all the walls are broken, where situation is in a bad state, hallelujah, in such a place, hallelujah, the Lord is telling Zerubbabel, take courage,
be strong. ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നവർ മടുത്തു, ജീവിതം തണുത്തു, എന്തിനാണ് ഇനി മുന്നോട്ട് പോകുന്നത്, യാതൊരു അർത്ഥവുമില്ല, ആഴവുമില്ല, മുന്നേറാൻ കഴിയുന്നില്ല, എല്ലാം തടസ്സങ്ങൾ, മാനസികമായി തളർത്തുന്ന പലവിധമായിരിക്കുന്ന ഭാരങ്ങൾ മനസ്സിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ ഒക്കെ വരുമ്പോൾ ഇന്ന് രാവിലെ പ്രവാചകന് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ധൈര്യപ്പെടുക. Hallelujah. This morning, many of you may have come here, hallelujah, feeling disgusted, feeling destroyed, feeling let down. Hallelujah. You might think everything is gone, nothing is there to fight for. To such people, hallelujah, this morning the prophet is telling, hallelujah, take courage, be strong. The Lord is with you. മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന പലവിധമായിരിക്കുന്ന ഭാരങ്ങൾ വന്ന് ജീവിതത്തെ അലട്ടുമ്പോൾ, തളർന്നു പോകുമ്പോൾ കർത്താവിന് പറയാനുള്ളത് ധൈര്യപ്പെടുക എന്നുള്ളതാണ്. Hallelujah. When situation come in your lives, hallelujah, when you feel hopeless, when you feel let down, hallelujah, when everything is gone, hallelujah, in such times the Lord wants to tell you, take courage, be strong, I am with you. രണ്ടാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളോട് പണ്ടു പറഞ്ഞ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങളോട് ചെയ്ത നിയമങ്ങളെ, ഞാൻ ആ വചനങ്ങളെ നിങ്ങൾ ഓർക്കുവീൻ, എന്റെ ആത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്. In verse 5 says, according to the word that I conveyed unto you when you came out of Egypt, so my spirit remaineth among you, fear you not. കഴിഞ്ഞ നാളുകളിൽ പുറപ്പെട്ടപ്പോൾ ദൈവം അരുളി ചെയ്ത ചില വചനങ്ങളില്ലേ, വാഗ്ദത്തങ്ങളില്ലേ, അരുളപ്പാടുകളില്ലേ, അത് ഇന്ന് പകൽക്കാലം ഓർപ്പിച്ചു പറയുകയാണ്, ആ ആത്മാവ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. Yeah, when you first stood out, when you took the first step out, hallelujah, wasn't there, hallelujah, verses, wasn't there encouragements, wasn't there promises which God gave you, hallelujah, those promises are still, hallelujah, they hold today. അതുകൊണ്ട് പറയാണ്, ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. That's why he's saying, fear not, the Lord of the armies is with you, hallelujah. ഇവിടെ ഈ പ്രിയപ്പെട്ടവരെ വളരെ മയങ്ങി ജീവിതത്തിൽ അവരുടേതായ കാര്യങ്ങളിലേക്ക് പോകുകയായിരുന്നു. Here these people, they are completely, hallelujah, disgusted and just going on their own ways. ഒന്നാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, And the first chapter's second verse, it is saying like this. ഇവരങ്ങ് മടുത്തു, ഇവരങ്ങ് തളർന്നു. Hallelujah, they were completely destroyed, completely disheartened. കാര്യങ്ങൾ ഇനിയും ഒന്നും നടക്കത്തില്ല, ശുഭകരമായിരിക്കുന്ന ക്രമീകരണങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് ഇവർ ചിന്തിച്ചു. Because they thought, hallelujah, nothing is going to be come back, everything is gone. ഒന്നാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇവരിപ്പോൾ ഇങ്ങനെ പറയുകയാണ്, In chapter 1 verse 2, they are saying like this. യഹോവയുടെ ആലയം പണിയുവാനായിട്ടുള്ള കാലം വന്നിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു. Thus speaketh the Lord of hosts, saying, this people say, the time is not come. അവര് പറയുകയാണ്, this is not the time to build the temple. The time is not come that the Lord's house should be built. യഹോവയുടെ ആലയം പണിയാനായിട്ടുള്ള സമയം വന്നിട്ടില്ല The time എന്ന് is പറയുകയാണ്. not come that the house of the Lord will be built. അതുകൊണ്ട് അവരുടേതായ കാര്യങ്ങളിലേക്ക് പ്രയോറിറ്റി കൊടുത്ത് അവർ യാത്ര ചെയ്യുകയാണ്. So they are prioritizing their own things and they are moving on. അവര് പറയുന്നത് ഇപ്പോൾ മിഷനും മിനിസ്ട്രിക്കും ദൈവകാര്യങ്ങൾക്കും സമയമായിട്ടില്ല എന്ന് അവർ They are പറയുകയാണ്. saying that the time for missions and ministry, the time is still not come. അവര് അതുകൊണ്ട് അവരുടേതായിരിക്കുന്ന സ്വന്തം കാര്യങ്ങളിലേക്കും സ്വന്തം ഭവനങ്ങളിലേക്കും അവര് കാര്യങ്ങൾ ചെയ്യുകയാണ്. Oh, so they are going on their own ways and they are just bothering about their own houses. 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. Hallelujah. In verse 5 say, is it time for you, or ye dwell in your sided houses and the house of live waters? അവരുടെ ഇൻട്രസ്റ്റ് മിസ്പ്ലേസ് ആയി, അവരുടെ ആ ചിന്തകളും അവരുടെ ആ താല്പര്യങ്ങളും നശിച്ചു. Hallelujah, their interest has been misplaced. Hallelujah, all their hope and energy has been gone away. ദൈവത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ദൈവപ്രവൃത്തിയെക്കുറിച്ചുമുള്ള താല്പര്യം നശിച്ചിട്ട് ഇപ്പോൾ അവർക്ക് പാനൽ ഹൗസുകൾ ഉണ്ടാക്കുവാനായിട്ട് അവർ തത്രപ്പെടുകയാണ്. You know, their interests are moved from the Lord and His work and His missions, and they have moved their interest towards panel houses and building their own kingdom. അവർ ചിന്തിക്കുന്നത് ഇനിയിപ്പം ദൈവം പ്രവർത്തിക്കാനായിട്ടൊന്നും പോകുന്നില്ല, അതുകൊണ്ട് അവരുടേതായിരിക്കുന്ന കാര്യങ്ങൾക്ക് അവർ പ്രയോറിറ്റി
പ്രയോറിറ്റി thinking that the കൊടുക്കുകയാണ്. Lord is not going to do anything now, so let us go our own way. എന്നാൽ അതുകൊണ്ട് സംഭവിച്ചത് അതിന്റെ താഴെയുള്ള വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇവർക്ക് പലതിനും തകർച്ചയും തളർച്ചയും വീണ്ടും And ഉണ്ടാകുകയാണ്. if you read downwards, hallelujah, and a result of this, what happened is many people, hallelujah, they experienced failures in their lives. 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിതയ്ക്കുന്നുണ്ട്, അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, ഭക്ഷിക്കുന്നുണ്ട്, പക്ഷേ തൃപ്തി ഉണ്ടാകുന്നില്ല. Yeah. In verse 6 there, you have sown much, you have brought in little. You eat, but you have not much to drink. നിങ്ങൾ നല്ല ദേശത്തിലേക്ക് വന്നു, പക്ഷേ നിങ്ങൾക്ക് തൃപ്തിയില്ല, മനസ്സിനൊരു സുഖമില്ല, മാനസികമായിട്ടൊരു സംതൃപ്തിയില്ല. You have come to a good land, but you don't have enough. You don't have any joy. You don't have any happiness in your life. ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കാട്ടിലും നമുക്ക് എത്രയോ സൗഭാഗ്യങ്ങളുണ്ട്. Hallelujah. If you look, hallelujah, we've got so many blessings more than our forefathers. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കാട്ടിലും കൂടുതൽ വസ്ത്രവും നല്ല വീടുകൾ, നല്ല കാറുകൾ, നല്ല സാഹചര്യങ്ങൾ അവരെ കാട്ടിലും നമുക്ക് ഈ കാലഘട്ടത്തിലുണ്ട്. Better than our forefathers in our today's times. We've got better houses, better clothes, better cars, better living. എന്നാൽ അവർക്കുണ്ടായിരുന്ന സംതൃപ്തിയോ മനസമാധാനമോ നമുക്കില്ല. But the peace and the joy and the happiness they had, we don't have it. അന്ന് അവർക്ക് പലതുമില്ലായിരുന്നു, ആഹാരമില്ലായിരുന്നു, വസ്ത്രമില്ലായിരുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഇല്ലായിരുന്നു, എഡ്യൂക്കേഷനും കുറവായിരുന്നു. In their times they had no education, they had no transport, they had very little clothes, very little to eat. എന്നാൽ അവരെക്കാട്ടിലും ബുദ്ധിയും വിവരവും ജ്ഞാനവും കാഴ്ചപ്പാടും എക്സ്പോഷറും നമുക്കുണ്ട്. But we have better intelligence, we have better exposure, we got better facilities. പക്ഷേ അവർക്ക് തൃപ്തി ഉണ്ടായിരുന്നു, നമുക്കിപ്പോൾ തൃപ്തിയില്ല. They were satisfied, we are not satisfied. നമ്മൾ ഇന്ന് ആരോട് ചോദിച്ചാലും ബ്രദറെ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പറയും? If you ask somebody, are you satisfied in life? What is the answer they're going to give you? സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലവിധ ആൻസറുകളാണ്. If you say, are you okay? You will have different answers. ചിലർ പറയും സുഖമാണ്, ചിലർ പറയും കുഴപ്പം ഒന്നും. Some will say, I am okay. കുഴപ്പം ഇല്ല എന്ന് പറയുമ്പോൾ കുഴപ്പം എന്ന് പറയപ്പെടുന്നത് പോലെ ഒരു നെഗറ്റീവ് പദമാണ്. കുഴപ്പം ഇല്ല എന്ന് നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ ആ കുഴപ്പം എന്ന് പറയുന്നതും ഒരു നെഗറ്റീവ് സാധനമാണ്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ആരോട് ചോദിച്ചാലും തൃപ്തിയാണോ, സുഖമാണോ, സമാധാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനമില്ലാത്ത ഒരു സമൂഹമാണ്. If you ask somebody, are you satisfied? Are you happy? We are living in a society where people are not satisfied. They're not at peace. കാരണം നമ്മളെ അഗ്രികൾച്ചറിൽ നിന്നും ജോയിന്റ് ഫാമിലിയിൽ നിന്നും ഇപ്പൊ സൈബറിൽ വന്ന് നിൽക്കുകയാണ്. Because we have moved away from the joint families and the love and unity, and we are into cyberland now. എന്നാൽ നമുക്കാർക്കും സ്വസ്ഥതയില്ല, സമാധാനമില്ല, തൃപ്തിയില്ല, ജീവിതത്തിൽ ഒരു സുഖം കാണുന്നില്ല. We are not satisfied in life. We don't have the peace. We don't have the joy in our lives. നമ്മുടെ മക്കൾക്കെല്ലാം നല്ല കാറുകളുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, സാഹചര്യങ്ങളുണ്ട്, പക്ഷേ ഒരു സുഖം കാണുന്നില്ല. Our children have got good education, they drive good cars, but we don't find the joy in them. അതുകൊണ്ട് പ്രവാചകൻ ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവീൻ. That's why the prophet is saying, look at your ways. 7-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങളുടെ വഴികളെ consider your ways. And verse 7 says, thus says the Lord of hosts, consider your ways. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ. The first thing you need to do is go to the mountains, cut the trees down and come and build the house of the Lord. കാരണം ദൈവാരാധനയ്ക്കും ദൈവാലയത്തിനും ദൈവരാജ്യത്തിനും നിങ്ങൾ ആദ്യം സ്ഥാനം കൊടുക്കണം. You need to prioritize the Lord and the work of the Lord and the house of the Lord. പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാർക്കും മാതാക്കൾക്കും പലതുമില്ലായിരുന്നെങ്കിലും തിരക്കിലായിരുന്നുവെങ്കിലും അവർക്ക് ദൈവകാര്യങ്ങൾക്ക് അവർക്ക് ആവേശമായിരുന്നു, താല്പര്യമായിരുന്നു. They did not have much, hallelujah. They did not have much time, hallelujah, but they prioritized the Lord and His work and His house. എന്നാൽ നമ്മൾ ഇന്നത്തെ ഇലക്ട്രോണിക് ചർച്ചിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടും ഡിജിറ്റൽ തിയോഫണിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടും നമുക്ക് ആത്മീക കാര്യങ്ങളോട് അത്ര താല്പര്യമില്ല. Now that we have been living in this digital world, hallelujah, we don't have much time for the spiritual world. അങ്ങനെയെങ്കിൽ ഇവിടെ പറയാണ്, നിങ്ങൾ
ആലയം പണിവിൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുത്തും. Hallelujah. You build the house of the Lord and I will take pleasure in it. 8-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ആലയം പണിവിൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുത്തും. Verse 8 says, and build the house and I will take pleasure in it. ദൈവത്തിന്റെ നാമമാണ്, മഹത്വമാണ് ഏറ്റവും For God, പ്രധാനമായിരിക്കുന്നത്. His name and His glory is number one. ദൈവത്തിന് ഉയർത്തേണ്ടത് അവന്റെ നാമവും അവന്റെ രാജ്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. For God, His name and His kingdom is the most important. അതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്ന സമൂഹമാണ് ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ. For that, God has chosen Israel, or in other words, the church. എന്നെയും നിങ്ങളെയും ഈജിപ്തിൽ നിന്ന്, ബാബിലോണിൽ നിന്ന്, പാപത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നത് അവന്റെ ദൈവമഹത്വത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ God has വേണ്ടിയാ. pulled us out of Egypt, out of Babylon, out of sin earlier, so that we may work for His glory. അവന്റെ സന്നിധിയിൽ പ്രയോജനപ്പെടുവാനും അവന്റെ നാമത്തെ സമൂഹത്തിനെ പ്രകീർത്തിക്കുവാനും വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗമാണ് ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സഭ. Hallelujah, the church of God is a priestly, hallelujah, kingly, hallelujah, place who God has chosen, hallelujah, for His glory to be revealed. അതുകൊണ്ട് ദൈവം വിളിക്കുന്ന, ഉണർത്തുന്ന, എഴുന്നേൽപ്പിക്കുന്ന ദിനങ്ങളിലും നിമിഷങ്ങളിലും ഉണരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം വ്യക്തിപരമായി, കുടുംബമായി, സഭയായി പരിശുദ്ധാത്മാവ് പകർന്നു തരും. Hallelujah, if you are willing to wake up, rise up, when God is raising you up, hallelujah, God will use you, hallelujah, for His glory. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. Hallelujah, that's why in the second chapter verse I say, hallelujah, the end glory of the church will be greater than the beginning glory. ഈ Hallelujah. സ്ഥലത്തിന് ഞാൻ സമാധാനം നൽകുമെന്ന് വചനം പറയുന്നത്. The word of God says, I will give peace to this land. ഇന്ന് Hallelujah. പകൽക്കാലം വേദനിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ദൈവത്തിന്റെ ആലോചന, ഭയപ്പെടേണ്ട. Hallelujah, to the people who are ailing today, God's word is, hallelujah, fear not. നീ എഴുന്നേൽക്കാൻ തയ്യാറായാൽ, ഉണരാൻ തയ്യാറായാൽ, പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരമുണ്ട്. If you are willing to rise up, if you are willing to stand up, hallelujah, the hand of the Lord is, hallelujah, ready to work for you. കഴിഞ്ഞ 15 വർഷമായിട്ട് തകർന്നു കിടന്നിരുന്ന ഈ ആലയത്തിന്റെ പണികളെ വീണ്ടും പുനരുദ്ധരിക്കുവാനായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുന്നുവെങ്കിൽ, Hallelujah, this 15 years, hallelujah, where the work has been stopped, if God is going to raise you up, ദൈവം നമ്മെ ഉണർത്തുന്ന ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ കാര്യങ്ങൾ ചലിക്കുന്നതാണ് ഈ if you ദിനങ്ങളിൽ. are willing to surrender the days when God raised you up, hallelujah, God's hand is going to work. എല്ലാ പ്രിയപ്പെട്ടവൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. Let us all stand in the presence of the Lord this morning. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചാട്ടെ. How many of you believe God will work for me? ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ ഉണർത്തും എന്ന് Oh, വിശ്വസിച്ചാട്ടെ. let us believe that God is going to raise up some things for us. ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചാട്ടെ. Believe that the hand of the Lord is going to work for us. ധൈര്യപ്പെടുക എന്ന് സെരുബാബേലിനോട് അരുളി ചെയ്ത അതേ ദൈവം, Hallelujah, the same Lord that told Zerubbabel, hallelujah, cheer up. ഭയപ്പെടേണ്ട എന്ന് നമ്മോട് അരുളി ചെയ്യുന്ന അതേ ദൈവം Hallelujah, same Lord is telling you, fear not. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ശക്തീകരിക്കുവാൻ ആ ദൈവത്തിന്റെ ആത്മാവുണ്ട്. Hallelujah, today the Spirit of that Lord is here to strengthen each one of you. കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളൊന്ന് ഓർത്താട്ടെ. Oh, remember the promises of the olden times. കഴിഞ്ഞ നാളുകൾ ദൈവം പറഞ്ഞിരുന്ന പലവിധമായിരിക്കുന്ന ആലോചനകൾക്ക് മുൻപിൽ സമർപ്പിച്ചാട്ടെ. Hallelujah, can you, hallelujah, surrender to the words which God spoke to you many years ago? കർത്താവ് ഞങ്ങളെ വീണ്ടും മടക്കി കൊണ്ടുവരും. The Lord will bring us back. ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം The വരുത്തും. Lord will change our situations. ഞങ്ങൾക്ക് വേണ്ടി ദൈവം ക്രമീകരണങ്ങൾ ചെയ്യും. The Lord will do things for us. ഞങ്ങൾക്ക് വേണ്ടി നിയമങ്ങളെ കർത്താവ് മാറ്റും. The Lord will change laws for us. ദൈവത്തിന്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചലിക്കും. Oh, the hand of the Lord will move for me. എല്ലാ തടസ്സങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. The Lord can move all the hindrances. ഏത് നിയമങ്ങളെ മാറ്റാൻ ദൈവത്തിന് The കഴിയും. Lord can move any laws. ദൈവം പണിയാൻ തീരുമാനിച്ചാൽ ദൈവം പണിയും. Hallelujah, if God decides to build, He will build. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് സൈന്യത്താൽ അല്ല. Hallelujah, it is not by power. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് എന്റെ ശക്തിയാൽ It's അല്ല. not by might. Hallelujah. ദൈവം പണിയാൻ തുടങ്ങിയാൽ തന്റെ ആത്മാവിനാൽ If പണിയുന്നവനാണ്. God starts to build, He will build with the Spirit. നമ്മുടെ Hallelujah. മിടുക്കുകൾ കൊണ്ടും കൈബലം കൊണ്ടും
സമ്പത്ത് കൊണ്ടും ഒന്നും പണിയാൻ നടക്കത്തില്ല. Hallelujah. With our wealth and our ability, nothing is going to happen. നമ്മുടെ ബലം കൊണ്ടും നമ്മുടെ കഴിവുകൾ കൊണ്ടും ബുദ്ധി കൊണ്ടും പണി നടക്കത്തില്ല. Hallelujah. With our wisdom, our knowledge, our wealth, the work will not go on. സെരുബാബേലിനോട് പറയുന്നത്, സെരുബാബേലെ സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാനിത് പണിയും. But the Lord is telling Zerubbabel, it's not by works, it's not by power, it's not by might, it's by the Spirit of the Lord.